സമ്മേളനങ്ങൾ ഏറെക്കുറെ അവസാനിക്കുന്ന നിലയിലാണ്. 17-ാം തീയതി നെയ്യാറ്റിൻകര താലൂക്ക് സമ്മേളനമുണ്ട്. അതോടുകൂടിയാണ് നമ്മുടെ സമ്മേളനങ്ങൾ അവസാനിക്കുന്നത്. 28-ന് ജില്ലാ സമ്മേളനമാണ്. നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷം, സാമൂഹിക അന്തരീക്ഷം ഈ പറഞ്ഞതുപോലെ മറ്റൊരു പ്രത്യേക ഒരു രീതിയിലായിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും എല്ലാവരും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, സ്വാഭാവികമായി നമ്മുടെ അന്തരീക്ഷം അതിന് ഉതകുന്ന ഒരു നിലയിൽ കഴിവപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്മേളനങ്ങൾ തെരഞ്ഞെടുപ്പിന് പിമ്പുമായി നമുക്കത് ക്രമീകരിക്കേണ്ടി വരും. അതിൽ നിന്നുള്ള ഒരു ക്ഷീണം ഇവിടെയും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സാധാരണ വരുന്ന മുഖങ്ങൾ പലരും കാണുന്നില്ല. ചിലരൊക്കെ സന്തോഷത്തിലും ചിലരൊക്കെ ദുഃഖത്തിലും ഒക്കെ ആയിരിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അന്ധമായ മേഖലകളിലൊന്നും നമ്മളില്ല. യുക്തിവാദി സംഘത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എല്ലാവർക്കും വേണം. അരാഷ്ട്രീയവാദത്തിൻ്റെ വക്താക്കളല്ല നമ്മൾ. അതുകൊണ്ട് തന്നെ നാളത്തെ കേരളത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും ചിന്തിക്കാൻ തീർച്ചയായും വളരെയധികം മുന്നോട്ട് നിൽക്കേണ്ട മനോഭാവം നമ്മളിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുപ്പുകളെ വളരെ സീരിയസ് ആയി തന്നെ കാണണം, അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്കെല്ലാം അറിയാം, കഴിഞ്ഞ ഒരു 3 വർഷമായിട്ടാണ് തിരുവനന്തപുരം യുക്തിവാദി സംഘം എന്നുള്ള പേരിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മാറ്റപ്പെടുന്നത്. ഇന്നലെ വരെ പ്രവർത്തിച്ചിരുന്ന സംഘടന ഈ നേരത്തെ പറഞ്ഞതുപോലെ അന്ധമായ രാഷ്ട്രീയത്തിൻ്റെ വിധേയത്വവും ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളും അതിനകത്ത് കടന്നുകൂടുകയും അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളെ സംഘടനയിൽ നിന്ന് പുറത്താക്കാനുള്ള സമീപനം ഉണ്ടാവുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരത്ത് ഈ ജില്ലയിലെ പ്രവർത്തകർ ഒരുമിച്ച് നിന്നുകൊണ്ട് തിരുവനന്തപുരം യുക്തിവാദി സംഘം എന്നുള്ള പേരിൽ സംഘടനാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നമുക്കറിയാം, ഇന്നലെകളിലുണ്ടായിരുന്ന സജീവമായി നിന്നിരുന്ന യുക്തിവാദി രംഗത്തെ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ നമ്മോടൊപ്പം നമ്മുടെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഏക യുക്തിവാദി സംഘവും തിരുവനന്തപുരം യുക്തിവാദി സംഘം തന്നെയാണ്. മുമ്പുണ്ടായിരുന്ന സംഘടനയിലുണ്ടായിരുന്ന 4-5 ആളുകൾ അവിടെ ഉണ്ടാവാം. അവർക്ക് യാതൊരു വിധമായ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ പ്രവർത്തന രീതികളോ നിർഭാഗ്യവശാലില്ല. ഒരു കാര്യങ്ങളും പ്രതികരിക്കാനുള്ള ശേഷിയില്ല. നിരന്തരമായ സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ സംഘടനാ പ്രവർത്തനങ്ങൾ ഒരുവിധം ഭംഗിയാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഒരു സംഘടന എന്നുള്ള നിലയിൽ താലൂക്ക് സമ്മേളനങ്ങൾ ചിട്ടയായി തന്നെയാണ് നടക്കുന്നത്. ഇവിടെ അല്പസ്വല്പ പാർപ്പിഴകൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. അത് നമ്മൾ മറച്ചു വയ്ക്കുന്നില്ല. അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, അല്ലെങ്കിൽ എവിടെയാണ് അതിൽ പാളിച്ച ഉണ്ടായത് എന്ന് നമുക്ക് സമ്മേളനത്തിന് ശേഷം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിലയിരുത്താം. എന്തായാലും ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മറ്റു താലൂക്കുകളിലൊക്കെ നടന്ന ഗംഭീരമായ സമ്മേളനങ്ങളായി. തിരുവനന്തപുരം താലൂക്ക് സമ്മേളനം 100ഓളം ആളുകൾ പങ്കെടുത്തതാണ്. ആറ്റിങ്ങൽ സമ്മേളനവും 50ഓളം ആളുകൾ പങ്കെടുത്തു. അപ്പോൾ അത്തരത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഭംഗിയായി തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് എല്ലാ മാസവും 1 അല്ലെങ്കിൽ 2, ചില മാസങ്ങളിൽ നമ്മൾ 3 പരിപാടികൾ വരെ സംഘടിപ്പിക്കും. എല്ലാ രംഗത്തും യുക്തിവാദം സാമ്പ്രദായികമായി കടന്നു ചെല്ലാത്ത മേഖലകൾക്ക് പോലും കടന്നു ചെന്നുകൊണ്ട്
സ്വതന്ത്ര ചിന്തയോട് അനുബന്ധപ്പെട്ട് സ്വതന്ത്ര രാഷ്ട്രീയ വീക്ഷണത്തോടനുബന്ധിച്ച് നമ്മൾ നമ്മുടെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തി. അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തിന് വേണ്ടിയുള്ള സമരം വീണ്ടും നടത്തി. ആഗസ്റ്റ് 20-ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു പ്രക്ഷോഭ പരിപാടി നടത്തി. അതുപോലെ ഈ അയ്യപ്പ ജ്യോതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ അവസാനം നടത്തിയ ആ അരാഷ്ട്രീയമായ ഒരു പരിപാടി, അതിനെ എതിർക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തന്നെ രാഷ്ട്രീയവും മതവും വേർതിരിക്കണമെന്നും രാഷ്ട്രീയം മതത്തിൽ ഇടപെടരുത് എന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയൊരു പരിപാടി നമ്മുടെ സെക്രട്ടേറിയറ്റ് അതുപോലെ നിരന്തരമായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് സംഘം പ്രവർത്തനം നടത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ ആളുകൾക്ക് ഏറെക്കുറെ ഈ പ്രദേശത്തുള്ള ആളുകളും ഒക്കെ അതിൽ പങ്കെടുക്കുന്നവരാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ അതിൻ്റെ എല്ലാ ഗൗരവത്തോടും കൂടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ചിലർക്കെങ്കിലും അത്തരത്തിലുള്ള ഒരു സീരിയസ് ആയുള്ള സംഘടനാ പ്രവർത്തനത്തിൽ അത്രത്തോളം വരുന്നില്ല എങ്കിൽ അവരെ കൂടി അതിൽ ഉൾക്കൊള്ളിക്കുവാനും മുന്നോട്ട് പോകാനും നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്കറിയാം, നമ്മുടെ ആളുകൾക്ക് പൊതുവേ ഉള്ള ഒരു പൊതുപ്രവർത്തനത്തോടുള്ള വൈകല്യം. സംഘടിതമായ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പോലും പൊതുയോഗങ്ങളിലും അവരുടെ പാർട്ടി പരിപാടികളിലും ഒക്കെ ആളുകളുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നു. പുതിയ തലമുറ സാമൂഹിക പ്രശ്നങ്ങൾ ഇടപെടാതെ അവനവൻ്റെ കാര്യം എന്ത് ചെയ്യാൻ കഴിയും, എന്ത് നേടാൻ കഴിയും എന്നുള്ള ചിന്തയുമായിട്ടാണ്. നമ്മുടെ കുടുംബങ്ങളിൽ പോലും അത് ദൃശ്യമാണ്. വലിയ വിദ്യാഭ്യാസം കൊടുക്കുന്ന വിദ്യാർത്ഥികൾ, കുഞ്ഞുങ്ങൾ, അവർക്ക് ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധത അവർ മറക്കുന്നു. അവരുടെ കുടുംബത്തിൽ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ വീട്ടിലുള്ള അടുത്ത തലമുറ, മുതിർന്ന തലമുറ അവരോടൊപ്പമുള്ള കാഴ്ചപ്പാടുകൾ വളരെയധികം പുറകോട്ടടിക്കുകയാണ്. സമൂഹത്തിലുണ്ടാവുന്ന അത്തരം മാറ്റങ്ങൾ നമ്മൾ വളരെയധികം പഠിക്കേണ്ടതുണ്ട്. നമ്മളെ കുട്ടികൾ പഠിക്കുക എന്ന് പറഞ്ഞ് അവനെ പുസ്തക പുഴുക്കളാക്കി അവന് പഠിക്കാനല്ലാതെ മറ്റൊന്നിനും സമയമില്ലാത്ത നിലയിൽ അവൻ കലാകാരന്മാരാവുന്നില്ല, കാര്യങ്ങളിൽ അവൻ കൂടുതൽ ഭാഗവാക്കാവുന്നില്ല, കായിക കാര്യങ്ങളിൽ പോകുന്നില്ല, സാമൂഹിക പ്രശ്നങ്ങൾ ഇടപെടുന്നില്ല. ഒരു സമരം എന്ന് കേട്ടാൽ എന്തോ ഒരു മോശപ്പെട്ട പരിപാടിയാണ് എന്നൊരു ധാരണ. ഇന്നലകളിൽ നമ്മൾ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും അത് സമരത്തിലൂടെയും ഇത്ര പ്രക്ഷോഭങ്ങളിലൂടെയാണ് എന്ന് അവൻ തിരിച്ചറിയുന്നില്ല. സമൂഹം അങ്ങനെ നീങ്ങുന്നു. ആ സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു. നമ്മൾ ജാതി മതത്തിന്റെ ചിന്തകൾക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു. അപ്പൊ അത്തരം ചിന്തകളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മോടൊപ്പം പോകാൻ വേണ്ടിയുള്ള പുതിയ തലമുറയുടെ വരവ് കുറയുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ പുതിയ തലമുറയെ നമ്മുടെ സംഘടനയിലേക്ക് കൊണ്ടുവരാൻ, നമ്മുടെ സംഘടന എന്ന് മാത്രമല്ല പൊതുപ്രവർത്തനത്തോട് വൈമുഖ്യമുള്ള നിലയിലേക്ക് മാറുന്നതിനുള്ള കാരണങ്ങൾ തീർച്ചയായും അതിലൊക്കെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരും ദൈനംദിനം കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളും അത് അവരെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ്. പുതിയ തലമുറയ്ക്ക് ചിന്തിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, അവർ കാണുന്ന ഇത്തരം കോപ്രായങ്ങൾ രാഷ്ട്രീയക്കാരും മറ്റ് നേതാക്കന്മാരും ഒക്കെ ഓരോ ദിവസവും പറയുന്ന കാര്യം അടുത്ത ദിവസം തിരിച്ചു പറയുന്നതും ഒക്കെ ആണ് രാഷ്ട്രീയമെന്ന്. അതൊക്കെ കാണുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ആ ചിരിയും മറ്റും അതിനുള്ള വൈമുഖ്യവും അവർ പ്രകടിപ്പിക്കുന്നത് ഒരു അരാഷ്ട്രീയ വാദത്തിലേക്കാണ്. അത്തരം അരാഷ്ട്രീയ വാദം വരുമ്പോഴാണ് ജാതിയും മതവും ഒക്കെ കടന്നു വരുന്നത്. നമുക്കറിയാം, നമ്മുടെ ആയുസ് ഇപ്പോൾ വളരെയധികം ദീർഘിക്കും. 60 വയസ്സിനും 55 വയസ്സിനും ഒക്കെ റിട്ടയർ ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വീടുകളിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ആളുകളൊക്കെ ഇന്ന് പോകുന്നത് ജാതി സംഘടനകളുടെ കീഴിലാണ്, മതസംഘടന കീഴിലാണ്, NSSന്റെ കീഴിലാണ്, SNDPയുടെ പോകുന്നു. അതുപോലെ കുറെ ആളുകൾ രാഷ്ട്രീയത്തിലുണ്ട്. അപ്പൊ അവരുടെ ഒരു 55 അല്ലെങ്കിൽ 60 കഴിഞ്ഞ ഉള്ള അവരുടെ നല്ലൊരു ഊർജ്ജം
ഊർജം സമൂഹത്തിന് ഗുണകരമല്ലാത്ത നിലയിലേക്ക് മാറ്റപ്പെടുകയാണ്. അപ്പൊ അതിൽ നമുക്ക് ഇടപെടാൻ എങ്ങനെ കഴിയുന്നു? അവരുടെ യുവത്വം, ഈ 60ന്റെ യുവത്വം, 55ന്റെ യുവത്വം, അവരെ നമ്മളിലേക്ക് ആകർഷിക്കുവാനും നമ്മുടെ ആശയങ്ങൾ അവരിലേക്ക് സന്നിവേശിക്കപ്പെടുവാനും ഒക്കെ നമുക്ക് എപ്രകാരം കഴിയുമെന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ അരാഷ്ട്രീയവാദം വളരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച, വളരെ ദീർഘമാണ്. നമുക്ക് ഈ 2020 പോലുള്ള സംഘടനകൾ, ഞാൻ രാഷ്ട്രീയമാണെന്ന് പറയാം, ആപ്പ് പോലുള്ള സംഘടനകൾ, അവർക്കൊന്നും ഒരു രാഷ്ട്രീയമായൊരു ലക്ഷ്യബോധമില്ല. അവർക്ക് ഈ പറയുന്ന ഒരു രാഷ്ട്രീയ ആദർശമില്ല, ആശയമില്ല. താൽക്കാലികമായി തട്ടിക്കൂട്ടുന്ന ഓരോ പ്രസ്ഥാനങ്ങളാണ്. അതിൽ ആകൃഷ്ടരാകുന്ന യുവത്വം അത് ചെയ്യുന്ന വലിയ ദ്രോഹമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നേരത്തെ അനിൽ സൂചിപ്പിച്ചതുപോലെയുള്ള വർഗീയതയുടെ കണ്ണുകയറ്റം കൂടി. എന്തായാലും ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് നേടാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? ഇവിടെ നമ്മുടെ രാഷ്ട്രീയക്കാരെന്താ ചെയ്യുന്നത്? ഇവിടെ മുസ്ലിം വർഗീയത അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെ ചെറുക്കുവാൻ വേണ്ടി അപ്പുറത്തെന്ത് കിട്ടുമെന്നുള്ളതാണ് നോട്ടം. അവിടെ തകർക്കാൻ എവരെ കൂട്ടുക, എവരെ തകർക്കാൻ അവരെ കൂട്ടുക, അതിന് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുക, അതിനുള്ള തത്രപ്പാട്, ഇതൊന്നും ശരിയല്ല എന്ന് പറയാൻ വേണ്ട ബാധ്യതയുള്ള ഇടതുപക്ഷം പോലും അത് ചെയ്തില്ല എന്നുള്ളതാണ് നമ്മൾ ഈ കാണിക്കുന്ന ദുഃഖകരമായ അവസ്ഥയിലേക്ക് സമൂഹം നീങ്ങും. വർഗീയത, ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും വർഗീയതയായി തന്നെ കാണണം. അതിന് വേറെ ഏതെങ്കിലും ആദർശ കുപ്പായങ്ങൾ നൽകിക്കൊണ്ട് പലരെയും ആദർശവൽക്കരിക്കുന്ന സമീപനം ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരമായി മുന്നോട്ട് പോകും. അക്കാര്യത്തിൽ യാതൊരു സംശയവും. നമുക്ക് ഇത്തരം കാര്യങ്ങൾ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് എനിക്ക് രാഷ്ട്രീയം ഉണ്ടാവാം, വിജയൻ സാറിന് രാഷ്ട്രീയം ഉണ്ടാവാം, അനിലിന് രാഷ്ട്രീയം ഉണ്ടാവാം, ഇസാഖിന് രാഷ്ട്രീയം ഉണ്ടാവാം. പക്ഷേ നമ്മളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അടിമയല്ല. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തെറ്റ് ചെയ്താൽ തെറ്റിനെ തെറ്റെന്ന് പറയാൻ വേണ്ടിയുള്ള ആർജവം നമ്മുടെ പ്രവർത്തകർക്കുണ്ടാവും. നമ്മൾ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മൾ കടന്നു കയറണം. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും യുക്തിവാദികൾ കടന്നു കയറണം. യുക്തിവാദികളുടെ ശബ്ദം അവരുടെ മേഖലകളിലേക്ക് എത്തപ്പെടാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം നമ്മുടെ ഐഡന്റിറ്റി, നമ്മൾ യുക്തിവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആ രംഗത്ത് നിൽക്കാൻ കഴിയണം. അങ്ങനെ നിന്നതാണ് പവനും കലാകാരനും ഒക്കെ. അവരൊക്കെ യുക്തിവാദ രംഗത്ത് നിൽക്കുമ്പോൾ അവരതോടൊപ്പം രാഷ്ട്രീയക്കാരനായിരുന്നു. നമുക്കുമൊക്കെ യുക്തിവാദ രംഗത്ത് നിൽക്കുമ്പോൾ നമുക്കും രാഷ്ട്രീയക്കാരനാവാം. പക്ഷെ നമ്മുടെ ആശയങ്ങൾക്ക് വെള്ളം ചേർക്കുന്ന ഒരു ഏർപ്പാട് വന്നാൽ അവിടെ നമ്മൾ മടി കൂടാതെ നോ പറയാൻ നമുക്ക് കഴിയണം. അതാണ് യുക്തിവാദിയുടെ കടമ. ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിച്ച് പറയുന്നില്ല. 28-ാം തീയതി ഗാന്ധി സ്മാരകം, തൈക്കാടുള്ള ഗാന്ധി സ്മാരകത്തിൽ വെച്ചാണ് നമ്മുടെ ജില്ലാ സമ്മേളനം. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. നമ്മളുമായി ബന്ധമുള്ള എല്ലാ ആളുകളെയും, ഇന്ന് ഈ താലൂക്ക് സമ്മേളനത്തിൽ വരാത്ത ധാരാളം ആളുകൾ ഈ താലൂക്കിലുണ്ട്. അവരെല്ലാം നേരിട്ട് കാണുക, നമ്മളെ നോട്ടീസ് കൊടുക്കുക, അവരിൽ നിന്ന് ചെറിയ തുകയെങ്കിലും വാങ്ങുക. ഞാൻ അടിവരയിട്ട് പറയുന്നു, നിങ്ങൾ 100 രൂപയെങ്കിൽ 100 രൂപ, 50 രൂപയെങ്കിൽ 50 രൂപ. അതിലുള്ള ആ രൂപയുടെ മൂല്യമല്ല, അത് വാങ്ങുക എന്നുള്ളത് അവരും നമ്മളുമായുള്ള ബന്ധം കൂട്ടുക എന്നുള്ളതാണ് അർത്ഥം. ആ വീട്ടിൽ ചെല്ലുക, ഒരു ചായ കുടിക്കുക, നമ്മൾ നോട്ടീസ് കൊടുക്കുക, അവിടെ നിന്ന് കിട്ടുന്ന ചെറിയ തുക എത്രയോ ആയിക്കോട്ടെ. ചിലപ്പോൾ ഈ പറയുന്ന ഒരാളെ കാണാൻ പോകാൻ നമുക്ക് 100-150 രൂപ നമുക്ക് ചിലവ് വരും. എങ്കിലും അവിടെ പോയി ഒരാളെ കണ്ട് അയാളിൽ നിന്ന് 50 രൂപ വാങ്ങിക്കുന്നത് സംഘടനാപരമായ വർക്കാണ്. അത് ചെയ്യണം, നിർബന്ധമായി അത് ചെയ്യണം. നമ്മളുമായി എല്ലാ ആളുകളെയും, ഏത് തട്ടിലുള്ള യുക്തിവാദികൾ എന്ന് പറഞ്ഞ് പല ലേബിളുകൾ, പല പ്ലാറ്റ്ഫോമുകളിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും.
യുക്തിവാദികൾ എല്ലാവരും ഒരേ അഭിപ്രായം, ഒരേ അച്ചൽ വാർത്ത ആളുകളാണ്, അല്ലെങ്കിൽ അങ്ങനെ ആവണം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അവർ യുക്തിവാദികളല്ല. അങ്ങനെ ആവാൻ കഴിയില്ല. എല്ലാവരും ഒരേപോലെ ഒരേ രീതിയിൽ ചിന്തിക്കണം. ആ സംഘടനയുടെ പേരാണ് യുക്തിവാദം. അല്ല, അങ്ങനെ ആവാൻ കഴിയില്ല. നമ്മൾ സ്വതന്ത്ര ചിന്തകരാണ്. അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ട്. ചിന്തയുള്ളിടത്ത് അഭിപ്രായങ്ങളുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ എത്രത്തോളം വിധിക്ക് നിരക്കുന്നതാണോ നിരക്കാത്തതാണോ എന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ പരസ്പരം നമുക്ക് ശ്രമിക്കാം. അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാം. അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയൂ. അതാണ് യുക്തിവാദം. അല്ലാതെ ഈ ഒരാൾ ഇന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കണം, ഒരാൾ മരണത്തിന് ഒരു ചടങ്ങും ഇന്ന ചടങ്ങുകൾ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു കാര്യത്തിലുമില്ല. മതപരമായ ചടങ്ങുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമോ അതെല്ലാം ഓരോരുത്തരുടെ സാഹചര്യങ്ങളും സൗകര്യങ്ങളുമാണ്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമ്മളുമായി ബന്ധമുള്ള എല്ലാ ആളുകളെയും, യുക്തിവാദി സംഘവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള എല്ലാ ആളുകളെയും ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. നിരന്തരമായി കാണാൻ ശ്രമിക്കുക, അവരോട് ചെറിയ സംഭാവനയെങ്കിലും വാങ്ങുക, ഈ സമ്മേളനത്തിലേക്ക് അവരെ ക്ഷണിക്കുക. അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കഴിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം.